നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വിവാഹം എന്ന് പറയുന്നത്. മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് എപ്പോഴും കൂട്ടിനായി ഒരാളെ കൂടി ആഡ് ഓൺ ചെയ്യുന്ന ദിവസം. അതിനാൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വിവാഹങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രസക്തിയുണ്ട്. എന്നാൽ മരണശേഷമോ? ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിവാഹം എന്നാവും എല്ലാവരും ചിന്തിക്കുക. എന്നാൽ ചൈനക്കാരുടെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. മരിച്ചു കഴിഞ്ഞവർക്കും ജീവിത പങ്കാളിയെ വേണമെന്ന തോന്നലിൽ ആത്മാക്കൾക്ക് വേണ്ടി വിവാഹം നടത്തുന്ന ആചാരം ചൈനക്കാർക്കിടയിലുണ്ട്. കേൾക്കുമ്പോൾ ശരിക്കും വിചിത്രമെന്ന് തോന്നും. പക്ഷേ ഇത് വെറും ഒരു ആചാരം മാത്രമല്ല, ആഘോഷമായി തന്നെയാണ് ഇവിടെ പ്രേത കല്യാണങ്ങൾ നടത്തുന്നത്. ചൈനയിലെ ചില മേഖലകളിൽ 3000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ആചാരം നിലനിന്നിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവിവാഹിതരായി മരണപ്പെട്ട വ്യക്തികളെ മരണമടഞ്ഞ മറ്റൊരു വ്യക്തിയുമായി വിവാഹത്തിലൂടെ ഒന്നിപ്പിക്കുന്നതാണ് ഈ രീതി. അപൂർവം ചില അവസരങ്ങളിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയെയും മരിച്ചവരുടെ പങ്കാളിയായി തിരഞ്ഞെടുത്ത് വിവാഹം നടത്താറുണ്ട്. മരണസമയത്ത് അവിവാഹിതരാണെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ അവർ ഒറ്റപ്പെടുമെന്ന ഭയം മൂലമാണ് ബന്ധുമിത്രാദികൾ അവർക്കായി വിവാഹമൊരുക്കുന്നത്. ആത്മാക്കൾ ചെന്നു ചേരുന്ന ലോകവും അവർ ജീവിച്ചിരുന്ന ലോകവും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമായും ഈ വിവാഹത്തെ കാണുന്നു. വിവാഹം ചെയ്യാത്ത സ്ത്രീയോ പുരുഷനോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബന്ധുക്കൾ അവർക്ക് യോജിച്ച ഇണയെ സാധാരണ രീതിയിൽ തന്നെ അന്വേഷിച്ചു തുടങ്ങും. ശവസംസ്കാരത്തിന് ശേഷമായിരിക്കും പലപ്പോഴും ഈ അന്വേഷണം പോലും ആരംഭിക്കുന്നത്. ഇതിനായി അവർ ഫെങ് ഷൂയി വിദഗ്ധരെ സമീപിക്കും. അവരുടെ സഹായത്തോടെ മരണപ്പെട്ട വ്യക്തിക്ക് ഏറ്റവും ചേർന്നു പോകുന്ന ഒരു പങ്കാളിയെ, അതായത് മുൻപ് മരണപ്പെട്ട മറ്റൊരു വ്യക്തിയെ കണ്ടെത്തും. മരിച്ച വരന്റെയും വധുവിന്റെയും കുടുംബ പശ്ചാത്തലം, ജോലി, പ്രായം, വരുമാനം എന്നിവയൊക്കെ സാധാരണ വിവാഹങ്ങളിലേതുപോലെ തന്നെ കണക്കിലെടുക്കാറുമുണ്ട്. അതായത് പ്രിയപ്പെട്ട ബന്ധുവിന് ഏറ്റവും ചേർന്നു പോകുന്ന വ്യക്തി തന്നെ ആവണം മരണാനന്തര ജീവിതത്തിൽ കൂട്ടായിരിക്കേണ്ടത് എന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനത്തിലെത്തിയാൽ പിന്നെ വിവാഹത്തിനുള്ള ഒരുക്കമാണ്. ആദ്യം തന്നെ മൃതശരീരങ്ങൾ പുറത്തെടുക്കും. സാധാരണ വിവാഹങ്ങളുടെ അതേ കെട്ടിലും മട്ടിലുമാണ് ഈ പ്രേത വിവാഹങ്ങളും നടത്തപ്പെടുന്നത്. ആചാരപ്രകാരമുള്ള നടപടിക്രമങ്ങളെല്ലാം പിന്തുടർന്ന് നടത്തുന്ന കല്യാണത്തിനായി ഏറെ പണവും ഇവർ ചിലവഴിക്കും. എല്ലാ ചടങ്ങുകൾക്കും ശേഷം ഇരു മൃതശരീരങ്ങളും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് അടക്കം ചെയ്യും. വിവാഹിതരാകാൻ തീരുമാനമെടുത്തിരുന്നവരോ അതല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞവരോ ആണ് മരണപ്പെടുന്നതെങ്കിൽ അവരെ ഒരുമിച്ച് അടക്കം ചെയ്യുന്ന പതിവും ഇവർക്കുണ്ട്. ജീവിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഇത്തരത്തിൽ അനുയോജ്യനായ വരനെയോ വധുവിനെയോ മരണശേഷവും ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ തയ്യാറാകാറുണ്ട്. അത്തരം വിവാഹങ്ങളിൽ മരണമടഞ്ഞ വ്യക്തിയുടെ ചിത്രങ്ങളോ വസ്ത്രങ്ങളോ ഒക്കെയാണ് വരന്റെയും വധുവിന്റെയും സ്ഥാനത്ത് ഉണ്ടാവുക. വിവാഹം കഴിക്കണമെന്ന തീരുമാനത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി അതിന് സാധിക്കാതെ മരണപ്പെട്ടാൽ ആത്മാവ് ഭൂമിയിൽ തന്നെ ശാന്തി കിട്ടാതെ അലഞ്ഞു തിരിയുകയും ജീവിച്ചിരിക്കുന്നവർക്ക് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ വിവാഹങ്ങൾക്ക് കൂടുതലായി മുതിരുന്നത്. ഈ വിശ്വാസം പിന്തുടർന്നു പോകുന്നവരുടെ എണ്ണം കൂടിയതോടെ ഗോസ്റ്റ് മാരേജ് സർവീസുകളും പലയിടങ്ങളിലും ഉയർന്നു വന്നു. ആവശ്യക്കാർക്ക് അനുയോജ്യരായ പങ്കാളികളെ കണ്ടെത്തി കൊടുക്കുന്നതിനപ്പുറം ചിതാഭസ്മവും മൃതശരീരവും ഒക്കെ വിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന 2 സ്ത്രീകളെ കൊലപ്പെടുത്തി പ്രേത വിവാഹങ്ങൾക്കായി ശവശരീരം വിൽപ്പന ചെയ്തതിന് 2016 ഗാൻസു പ്രവിശ്യയിലുള്ള ഒരു വ്യക്തി അറസ്റ്റിലായ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പ്രേത വിവാഹങ്ങൾക്ക് നിയമാനുമതി ഇല്ലാതിരുന്നിട്ടും ഇന്നും ചൈനയിലെ ചില മേഖലകളിൽ പരമ്പരാഗത ആചാരങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ രഹസ്യമായി ഇത്തരം വിവാഹങ്ങൾ നടത്താറുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ ചൈനയിലെ വിവാഹ ആചാരത്തിന്റെ കാര്യത്തിലും വിചിത്രതയുണ്ട്. വിവാഹ ദിവസം പെണ്ണിനെ വിട്ടു നൽകാൻ വരനോടും കൂട്ടരോടും പണം ചോദിച്ചു വാങ്ങുന്ന രീതിയാണിത്. കിഴക്കൻ ചൈനയിലെ ജിയാങ്സു പ്രവിശ്യയിലെ തൈഷോ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. വധുവിനെ കൂട്ടിക്കൊണ്ടുവരാനായി വിവാഹവേദിയിലേക്ക് പോവുകയായിരുന്ന സംഘത്തെ 100 കണക്കിന് ആളുകൾ അടങ്ങുന്ന സംഘം തടയുകയായിരുന്നു. ഈ പ്രദേശത്തെ ആചാരമനുസരിച്ച് ഗ്രാമത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് വരന്റെ കടമയാണ്. മധുരപലഹാരങ്ങളും സിഗരറ്റും പണവും നിറച്ച ചുവന്ന കവറുകളും അടക്കം വ്യത്യസ്തമായ വസ്തുക്കളാണ് വധുവിന്റെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വരന്റെ സംഘം നൽകുന്ന സാധനങ്ങൾ കൊണ്ട് നാട്ടുകാർക്ക് തൃപ്തി വന്നില്ലെങ്കിൽ വധുവിന്റെ അരികിലെത്താൻ വരന് ഏറെ കാത്തിരിക്കേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ വരന്റെ സംഘത്തെ വേദിയിലേക്ക് കടത്തിവിടാത്ത അവസ്ഥ വരെ ഉണ്ടാവും. എന്നാൽ ഈ വിചിത്ര ആചാരത്തിന് പിന്നിൽ ഗ്രാമവാസികൾക്ക് തങ്ങളുടേതായ ഒരു കാരണവുമുണ്ട്. വധുവിനെ സ്വന്തമാക്കാൻ വരന് എത്രത്തോളം ആഗ്രഹമുണ്ടെന്ന് അളക്കുകയാണ് ഇതിനു പിന്നിലെ ഒരു ലക്ഷ്യം.
വിവാഹിതരായതിലുള്ള സന്തോഷം മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ പങ്കുവെച്ച് പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകുന്നതായാണ് രണ്ടാമത്തത്. എന്നാൽ സമ്മാനങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിന് പുറമെ വധുവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് വരനെ കൊണ്ട് കടങ്കഥകൾക്ക് ഉത്തരം പറയിപ്പിക്കുകയും കവിതകൾ ചൊല്ലിക്കുകയും നൃത്തം ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവുകളും ചൈനയിൽ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്.